പ്രാർത്ഥനയിലേക്ക് സ്വാഗതം. സകല മരിച്ചവരുടെയും ഓർമ്മ ദിവസമായി ഇന്ന് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം മരിച്ചവർക്ക് വേണ്ടിയാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ നിന്നും വേർപെട്ടു പോയവരെ ഒരിക്കൽ കൂടി നമുക്ക് ഓർമ്മിക്കാം. പ്രവാസ ജീവിതം അവസാനിച്ച് സ്വഭവനത്തിൽ എത്തിച്ചേർന്നവർ നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. ജോബിന് ആലപിക്കുന്ന മനോഹരമായ ഗാനം കേൾക്കാം, ആസ്വദിക്കാം. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോടു ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോ നൊന്തു നീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ലതല്ലുമേ.
മാതാപിതാക്കൾ നമ്മോട് കാണിച്ച കാരുണ്യം എന്താണ്? ബ്രദർ സിജു ആലഞ്ചേരി നമ്മോട് സംസാരിക്കുന്നത് ഈ വിഷയമാണ്. തോട്ട്സ് ഫോർ ലൈഫ് ഇവിടെ ആരംഭിക്കുന്നു. ഈ കഴിഞ്ഞ ഓണക്കാലത്ത് എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച, ഒരു വേള എൻ്റെ കണ്ണ് നിറയിച്ച അതിമനോഹരമായ ഒരു വാട്സാപ്പ് വീഡിയോ, ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവണം. ഒരു 70-75 വയസ്സുള്ള അപ്പാപ്പൻ കുറിമുണ്ടൊക്കെ ഉടുത്ത്, തോർത്തൊക്കെ ഉടുത്ത്, തൻ്റെ പറമ്പിൽ തൊടിയിൽ ഇങ്ങനെ ഓടി നടന്ന് ഇല വെട്ടുന്നു, വാഴയില വെട്ടുന്നു, അത് നന്നായിട്ട് ഒതുക്കി കഴുകി വൃത്തിയാക്കുന്നു. ഓണ സീസണാണല്ലോ, എല്ലാ വിഭവങ്ങളും അദ്ദേഹം തന്നെ ഒരുക്കുന്നു. അവസാനം ഒരു 8-10 ഇലകൾ ഒരുക്കി വെച്ച് ഓരോ ഇലയിലും ചോറ് വിളമ്പുന്നു, ഓരോ കൂട്ടാൻ, തോരൻ, അവിയൽ, അങ്ങനെ ഓരോന്നും അച്ചടി, പച്ചടി, കിച്ചടി എല്ലാം വിളമ്പി ഒരു 10-12 ഇലകൾ ചേർത്ത് വെക്കുന്നു. ഓടി നടന്ന് വളരെ ഉത്സാഹത്തോടെ, വളരെ ഊർജ്ജസ്വലനായി, ഏതാണ്ട് 70-75 വയസ്സുണ്ടെങ്കിലും ഒരു 40-45 വയസ്സിൻ്റെ ചുറുചുറുക്കോടെ, ആ മുഖത്ത് വലിയ പ്രതീക്ഷയാണ്, വലിയ ഉത്സാഹമാണ്. അതിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഞാൻ ആദ്യമായിട്ട് കേട്ട ഒരു പാട്ടാണ്. പക്ഷെ അതിൻ്റെ അവസാനത്തെ വരികൾ, പ്രിയപ്പെട്ടവരെ, അത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട്. ആ വരികളും ആ വീഡിയോയും ഒന്നിച്ച് ചേർത്ത് വായിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ അതൊരു വലിയ നേർക്കാഴ്ചയാണ്. 10-12 ഇലകൾ ഇങ്ങനെ ഒന്നിച്ച് വിളമ്പി വെച്ചിട്ട് അവസാനം ഈ പ്രിയപ്പെട്ട അപ്പാപ്പൻ ഒറ്റയ്ക്കിരുന്ന് കണ്ണുനീരോടെ, കണ്ണ് നിറഞ്ഞ്, ഇടയ്ക്ക് കണ്ണ് തുടയ്ക്കുന്നുണ്ട്, കണ്ണ് നിറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഒറ്റയ്ക്കിരുന്ന് ഓണസദ്യ കഴിക്കുന്ന ഒരു സങ്കടകരമായ കാഴ്ച. ഈ ഒരു കാഴ്ചയുടെ സമയത്ത് പിറകിൽ നമുക്കെല്ലാം അറിയാം, 10-12 പേരെ, ഒരുപക്ഷെ മക്കളും കൊച്ചുമക്കളുമൊക്കെ ആയിട്ട് 10-12ഓളം പേരെ പ്രതീക്ഷിച്ച് അവർക്ക് വേണ്ടി ഇലകൾ സെറ്റ് ചെയ്ത് ഓണസദ്യ അറേഞ്ച് ചെയ്ത് വലിയ പ്രതീക്ഷയോടെയാണ്. ഈ ഒരു സമയത്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതിമനോഹരമായ ഒരു പാട്ട്. പേരിന് മാത്രം കിടക്കുന്ന പ്രാണന് പേരക്കിടാങ്ങൾ മരുന്നാണ്. പേരിന് മാത്രം കിടക്കുന്ന പ്രാണന് പേരക്കിടാങ്ങൾ അമൃതാണ്, മരുന്നാണ്. ഒരുപക്ഷെ ആ പാട്ടും ഈ ഒരു ചിത്രീകരണവുമായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരുപാട് കുടുംബങ്ങളിൽ ഈ ഒരു സങ്കടമുണ്ട്. ഞാൻ കഴിഞ്ഞ മാസം അധ്യാപകർക്ക് വേണ്ടി നടത്തിയ ഒരു പരിശീലനം, ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ സെക്കൻഡ് ഡേയിൽ ആ സ്കൂളിലെ പ്രധാന അധ്യാപിക വിളിച്ചു പറഞ്ഞു, സർ, നാളെയെങ്കിലും ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ച് ഒന്ന് സൂചിപ്പിക്കാമെങ്കിൽ അത് ഞങ്ങളുടെ ചില മാതാപിതാക്കന്മാർക്കും ഇപ്പോൾ പ്രോഗ്രാം കൂടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർക്കും അതൊരു മോട്ടിവേഷൻ ആയിരിക്കും. സിസ്റ്റർ പറഞ്ഞ കാര്യം ഇതാണ്: 75,000-80,000 രൂപ ശമ്പളം പറ്റിയിട്ടും മാതാപിതാക്കന്മാർക്ക് മരുന്ന് കാശിന് പോലും കൊടുക്കാത്ത മക്കൾ ഇപ്പോഴും ഞങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. കേട്ടപ്പോൾ ശരിക്കും സങ്കടമായി കേട്ടോ. നമുക്കെല്ലാം അറിയാം, ഒരു +2 അധ്യാപകരെ സംബന്ധിച്ച് 70,000, 80,000, 1,00,000 അതിൽ കൂടുതലോ അങ്ങനെയുള്ള ശമ്പളം പറ്റിയിട്ട് പോലും മരുന്ന് കാശിന് പോലും മാതാപിതാക്കന്മാർ കൊടുക്കാനില്ലാത്ത പ്രിയപ്പെട്ട ഒരുപാട് മക്കൾ നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ളത് ഒരു വലിയ സങ്കടകരമായ യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ടവരെ, പേരിന് മാത്രം കിടക്കുന്ന പ്രാണന്, നമ്മളൊക്കെ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു സൗഭാഗ്യം, നമ്മുടെ പദവിയും പത്രാസും വിദ്യാഭ്യാസവും ഒക്കെ നമുക്കെല്ലാം അറിയാം, ദാനമായിട്ട് കിട്ടിയതാണ്. മാതാപിതാക്കന്മാർ കാണിച്ച ഒരു കരുണയാണ് ഇപ്പോൾ മക്കൾ അനുഭവിക്കുന്ന ഈ സമ്പത്തും ഈ പറയുന്ന പത്രാസും പദവികളും ഉദ്യോഗവും ജോലിയുമെല്ലാം. ശരിക്കും ചിന്തിച്ച് നോക്കിക്കേ, ഒരു 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ നീ പണിക്ക് പോടാ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ഒരു 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ നീ പാടത്തേക്ക് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, മാതാപിതാക്കന്മാർ അങ്ങനെ നമ്മോട് കരുണ കാണിക്കാതെ പോയിരുന്നെങ്കിൽ നമുക്കിന്ന് ഈ പറയുന്ന പദവികളോ ബഹുമാനങ്ങളോ ആദരവുകളോ ജോലിയോ സാലറിയോ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന മക്കൾ, നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും, നിങ്ങൾ എന്തുമാത്രം തിരക്കുള്ള ഔദ്യോഗികമായ തിരക്കുകൾ നിങ്ങളെ വലയം ചെയ്യുമ്പോഴും ഓർക്കണം, നമ്മളോട് കരുണ കാണിച്ചവരോട് നമ്മൾ കരുണ കാണിച്ചേ പറ്റൂ. നമ്മളോട് കരുണ കാണിച്ചവർ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, ശരിയല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കുകയും 35 വയസ്സുള്ള ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, 50 വയസ്സുള്ള ഒരു പ്രിയപ്പെട്ട വ്യക്തി ഇത് ശ്രമിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വെറുതെ ലോജിക്കലായിട്ട് വളരെ റാഷണലായിട്ട് ചിന്തിച്ചാൽ
അതൊരു സ്വാഭാവികമായ കോമൺ സെൻസ് കൂടിയല്ലേ. 35 വർഷങ്ങൾക്ക് മുൻപ്, 45 വർഷങ്ങൾക്ക് മുൻപ്, 50 വർഷങ്ങൾക്ക് മുൻപ് നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർ നിങ്ങളോട് കരുണ കാണിച്ചു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ മാഹാത്മ്യം, അവരുടെ ഏറ്റവും വലിയ ക്വാളിറ്റി. എന്താ? കൊന്നുകളഞ്ഞില്ല. അബോർഷൻ എന്ന ഓമന പേരിൽ ഗർഭഛിദ്രം നടത്തിയില്ല. 35 വർഷങ്ങൾക്ക് മുൻപ്, 45 വർഷങ്ങൾക്ക് മുൻപ്, ഇനി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട 20 വയസ്സുകാരൻ, 20 വർഷങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ 30 വർഷങ്ങൾക്ക് മുൻപ് നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർ നിങ്ങളെ ഒരു ശല്യമായിട്ട് കണ്ടില്ല, നിങ്ങളെ ഒരു ബേർഡനായിട്ട് കണ്ടില്ല, മറിച്ചൊരു ബ്ലെസ്സിങ് ആയിട്ട് കണ്ടു. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ജോലിയുണ്ട്, തിരക്കുണ്ട്, ഫിക്സഡ് സാലറി ഉണ്ട്, പദവികളുണ്ട്. ഒരുപക്ഷെ മാതാപിതാക്കന്മാരെ പോലും കാണാൻ പറ്റാത്ത രീതിയിൽ നമുക്കൊരുപാട് തിരക്കുകൾ. അതുകൊണ്ട് ഓർക്കണം പ്രിയപ്പെട്ടവരെ, കരുണ കാണിച്ചവരോട് നമ്മൾ കരുണ കാണിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കടപ്പെട്ടവരായിട്ട് മാറും. കടം കൊടുക്കേണ്ടി വരും. വി വിൽ ബി അക്കൗണ്ടബിൾ, റെസ്പോൺസിബിൾ. പേരിന് മാത്രം കിടക്കുന്ന പ്രാണന് പേരക്കിടാങ്ങൾ മരുന്നാണ്, അമൃതാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം, ഏറ്റവും വലിയ സൗകര്യം, ഏറ്റവും വലിയ സമ്പത്ത്, മരുന്ന് അവരുടെ പേരക്കിടാങ്ങൾ. അതായത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട യങ് കപ്പിൾസ്, മാതാപിതാക്കന്മാർ, നിങ്ങളുടെ മക്കളെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വിളിപ്പിക്കണം. നിങ്ങളുടെ മക്കൾ ഇപ്പോൾ കൊറോണയും മറ്റു കാര്യങ്ങളുമായതുകൊണ്ട് യാത്ര, നിങ്ങൾ വിദേശത്തോ വീട്ടിൽ നിന്ന് അകലെയൊക്കെ ആണെങ്കിൽ എന്തുമാത്രം ഓപ്ഷൻസ് ഉണ്ടല്ലേ. ഓൺലൈൻ കോളുകൾ വിളിക്കാം, വാട്സാപ്പ് കോളുകൾ വിളിക്കാം. അതുകൊണ്ട് അകലെയാണെങ്കിലും മനസ്സുകൊണ്ട് മക്കളും കൊച്ചുമക്കളുമൊക്കെ വീട്ടിലായിരിക്കുക, കുടുംബത്തിലായിരിക്കുക. ഇതാണ് ഒരു പരിധിവരെ തളർന്നു പോകുന്ന വാർദ്ധക്യത്തിലുള്ള പ്രിയപ്പെട്ട നമ്മുടെ മാതാപിതാക്കന്മാർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സൗകര്യം, ഏറ്റവും വലിയ സമ്പത്ത്. എനിക്കൊരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവ് ഉണ്ട്. മർച്ചൻ്റ് നേവിയിൽ ഏതാണ്ട് 1.5 ലക്ഷം രൂപ ശമ്പളം പറ്റുന്ന അവസ്ഥയിലാണ് അദ്ദേഹത്തിന് വാർത്ത കിട്ടിയത്. അപ്പൻ വീണ് തളർന്നു പോയി, പാരലൈസ്ഡായി, ബെഡഡനായി. പ്രിയപ്പെട്ടവർ, ഇങ്ങനെയുമുള്ള മക്കൾ നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു പക്ഷേ 100-ൽ 1, 100-ൽ 10 ഒക്കെ ആയിരിക്കാം. പക്ഷേ ഇതുപോലെയുള്ള മക്കളും നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് ഒരു വലിയ അഭിമാനമാണ്, ഒരു വലിയ ആശ്വാസമാണ്. ഈ വാർത്ത കിട്ടിയ ഉടനെ അദ്ദേഹം ജോലി റിസൈൻ ചെയ്ത്, 1.5 ലക്ഷം രൂപ ജോലി റിസൈൻ ചെയ്ത് തൻ്റെ വീട്ടിൽ വന്ന് അപ്പനെ ശുശ്രൂഷിച്ച്, അമ്മയെ ഏറ്റവും സ്നേഹത്തോടെ കരുതി ശുശ്രൂഷിച്ച് 2 പേരും മരണപ്പെട്ടു. ഇപ്പോൾ എനിക്ക് നേരിട്ടറിയാം, തൻ്റെ വീട്ടിലെ പശുക്കളെയും തൊഴുത്തുമൊക്കെ മനോഹരമാക്കി, പശുക്കളെ നോക്കി, തൻ്റെ പറമ്പിലെ റബ്ബറുമൊക്കെ വെട്ടി, ഇങ്ങനെ സന്തോഷത്തോടെ ഒരു കൊച്ചു കുടുംബം സന്തോഷത്തോടെ കഴിയുന്നു. ഇങ്ങനെയുള്ള മക്കളും നമ്മുടെ കുടുംബങ്ങളിൽ, സമൂഹത്തിലുണ്ട് എന്നുള്ളത് ഒരു വലിയ ആശ്വാസ കാഴ്ചയാണ്. ഇനി ഇതുപോലെ വളരെ വിപ്ലവാത്മകരമായ ചിന്തകളും തീരുമാനവും എടുക്കാൻ പറ്റിയില്ലെങ്കിലും പ്രിയപ്പെട്ട മക്കൾ, നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും, നിങ്ങൾ എന്തുമാത്രം ഔദ്യോഗികമായ തിരക്കിൻ്റെ ആ വലിയ ബിസി ഷെഡ്യൂളിലാണെങ്കിലും മാതാപിതാക്കന്മാർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം സാന്നിധ്യം, സാമീപ്യം, സംസാരം. മക്കളെ സംബന്ധിച്ച് ഏറ്റവും വലിയ നേട്ടമെന്ന് പറഞ്ഞാൽ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദെയർ പേരൻസ് ആർ ഹാപ്പി ബിക്കോസ് ഓഫ് യു. ഈ ഒരു അറിവാണ്. ഞാൻ കാരണം എൻ്റെ അപ്പനും അമ്മയും, നമ്മൾ കാരണം നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർ വളരെ സന്തോഷത്തോടെ, അത് അവരുടെ കൂടെയാണെങ്കിലും കൂടെയില്ലെങ്കിലും, അടുത്താണെങ്കിലും അകലെയാണെങ്കിലും, നമ്മൾ കാരണം മാതാപിതാക്കന്മാർ സന്തോഷിക്കുന്നു, അവരുടെ മുഖം പുഞ്ചിരിയാൽ നിറയുന്നു. ഈ ഒരു അറിവാണ് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്പത്ത്. നമുക്കെല്ലാം അറിയാം, പ്രഭാഷകൻ്റെ പുസ്തകം നമുക്ക് ഒരു വലിയ വെളിവാണ് തരിക. 4-ാം പ്രമാണത്തിൻ്റെ വലിയ വെളിവാണ്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ടല്ലോ, മാതാപിതാക്കന്മാരാണ് നിനക്ക് ജന്മം നൽകിയത് എന്ന് നീ മറക്കരുത്. അതിന് പകരം എന്തു കൊടുക്കാൻ പറ്റും? പ്രിയപ്പെട്ടവർ, ഞാൻ പറഞ്ഞില്ലേ, കുറേ വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾ വളരെ മികച്ച രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ, 12-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ നീ എങ്ങും പോകണ്ട എന്ന് ഒരു വിലക്ക് ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ തലവര മാറിയേനെ. അതുകൊണ്ട് വർഷങ്ങൾക്ക് മുൻപ് നമ്മളെ ജനിപ്പിച്ചു, വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ചില ആഗ്രഹങ്ങളും ഹിതങ്ങളും ഒക്കെ ഒന്ന് അനുവർത്തിക്കുവാൻ സന്തോഷത്തോടെ ചില കാര്യങ്ങൾ പറഞ്ഞു, അഥവാ ഒന്നും മിണ്ടാതെ നമ്മുടേതായ രീതിയിലേക്ക് അവർ നമ്മളെ വളർത്തിവിട്ടു. ഇതൊക്കെ വലിയ കരുണയാണ്. ഇതൊക്കെ മാതാപിതാക്കന്മാർ കാണിക്കുന്ന ഒരു വലിയ നന്മയാണ്, കരുണയാണ്. അതുകൊണ്ട് ഈ സൗജന്യ ദാനത്തിന്
നമുക്ക് എന്ത് പകരം കൊടുക്കാൻ പറ്റും? ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഒന്നും കൊടുക്കാൻ പറ്റില്ല എങ്കിലും പ്രിയപ്പെട്ടവരെ, കൊടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ, നമ്മുടെ സമയം, നമ്മുടെ സന്തോഷത്തിൻ്റെ ഓഹരി അവർക്കും കൊടുക്കാമല്ലോ. ഇനി കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യം, കൊച്ചുമക്കളുടെ കളിയും ചിരിയുമൊക്കെ നമ്മുടെ മാതാപിതാക്കന്മാർക്ക് അന്യമാവാതിരിക്കട്ടെ. നമ്മുടെ മക്കൾ, അവരുടെ കൊച്ചുമക്കൾ, അവരുടെ കൊച്ചു വർത്തമാനങ്ങളും കളി ചിരി തമാശകളുമൊക്കെ നമ്മുടെ മാതാപിതാക്കന്മാർക്ക് ഒരു വലിയ ഗ്രേസ്ഫുൾ ഏജിങ്, അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട് കേട്ടോ, ഗ്രേസ്ഫുൾ ഏജിങ്. മാതാപിതാക്കന്മാർ ശരിക്കും വളരുമ്പോൾ, പ്രായമാകുമ്പോൾ അത് ഒരു നിരാശയുടെ, അതൊരു സങ്കടത്തിൻ്റെ, എനിക്ക് ആരുമില്ലല്ലോ, എന്നെ നോക്കാൻ ആരുമില്ലല്ലോ, ഞാൻ വളരെ ലോൺലി ആകുന്നല്ലോ, ഇതുപോലെയുള്ള ഒരുപാട് സങ്കടങ്ങളും ഒത്തിരി സംഘർഷങ്ങളുമുള്ള ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർ, അവർക്കൊരു ഗ്രേസ്ഫുൾ, കൃപ നിറഞ്ഞ ഏജിങ്, ഒരു വാർദ്ധക്യം നമുക്ക് സമ്മാനിക്കാൻ പറ്റും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മക്കൾ, നിങ്ങൾ എത്ര ബിസി ഷെഡ്യൂളുള്ള ആളാണെങ്കിലും ഇന്ന് വിളിപ്പിക്കണം. ഒരധിക കോൾ, അകലെയാണെങ്കിലും അടുത്തുണ്ട് എന്നുള്ള ആ വലിയ സാന്നിധ്യബോധം, സാമീപ്യം, സംസാരമെല്ലാം നമ്മുടെ മാതാപിതാക്കന്മാർക്ക് ഒരു വലിയ അനുഗ്രഹമായിട്ട് മാറും. ഞാൻ ആ കേട്ട പാട്ടിൻ്റെ വരികൾ ഒന്നുകൂടി ഓർമ്മിപ്പിച്ച് അവസാനിപ്പിക്കുകയാണ്. പേരിന് മാത്രം കിടക്കുന്ന പ്രാണന് പേരക്കിടാങ്ങൾ അമൃതാണ്, മരുന്നാണ്. താങ്ക് യു വെരി മച്ച്. നന്മകൾ ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ നമ്മൾ നോക്കി നിൽക്കാറുണ്ടോ? പുതിയൊരു വീഡിയോയുമായി നിഷ ചേച്ചി റെഡിയാണ്. കാണാം പോസിറ്റീവ് വൈബ്സ്. ചെയ്യേണ്ട നന്മകളുടെ മുൻപിൽ എപ്പോഴെങ്കിലും നിങ്ങൾ മടിച്ചു നിന്നിട്ടുണ്ടോ? പ്രത്യേകിച്ച് അതൊരാൾക്കൂട്ടത്തിൻ്റെ മുന്നിലാകുമ്പോൾ. അത്തരമൊരു സന്ദർഭത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു വീഡിയോയാണ് ഇനി കാണാൻ പോകുന്നത്. ആൾക്കൂട്ടങ്ങളുടെ മുന്നിൽ പിടഞ്ഞു മരിച്ച അനേകരെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. അവ കേട്ട് നമ്മൾ കണ്ണീർ വാർത്തിട്ടുണ്ട്. മനുഷ്യരുടെ നിസ്സഹായ അവസ്ഥയിൽ അവരെ സഹായിക്കാൻ നിൽക്കാതെ അവരുടെ നിസ്സഹായതയെ മൊബൈലിൽ പകർത്തുകയും ലൈവ് വിടുകയും ഒക്കെ ചെയ്യുന്നവരെക്കുറിച്ച് ഒരുപക്ഷെ നമ്മൾ പ്രതിഷേധിക്കുകയും സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടാകും. എന്നാൽ നമ്മൾ തന്നെ അത്തരമൊരു സാഹചര്യത്തിൽ ആയിരിക്കുമ്പോൾ, അങ്ങനെ ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമായി ഞാനോ നിങ്ങളോ നിൽക്കുമ്പോൾ എങ്ങനെയായിരിക്കും അവിടെ പ്രതികരിക്കുക? പലപ്പോഴും ആഗ്രഹിക്കുന്നെങ്കിലും മുൻകൈ എടുക്കുവാൻ, ഒരു സഹായം ചെയ്യുവാനായി മുന്നിട്ടിറങ്ങുവാൻ മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിലും മുൻകൈ എടുത്ത് ഒരു കാര്യത്തിന് ഇറങ്ങുവാൻ, ഒരു സഹായം ചെയ്യുവാൻ പരിശ്രമിക്കുന്നതിൽ നിന്നും നമ്മളെ തടയുന്നത് എന്താണ്? നമ്മളിൽ മടിയുണ്ടാക്കുന്ന കാര്യം എന്താണ്? ഒന്ന്, അനേകർ നമുക്ക് ചുറ്റുമുള്ളപ്പോൾ നമ്മുടെ ഉള്ളിൽ അനുഭവപ്പെടുന്ന ഉത്തരവാദിത്വ ബോധത്തിൻ്റെ അളവ് കുറവാണ് എന്നുള്ളതാണ്. ഞാനില്ലെങ്കിലും മറ്റാരെങ്കിലുമൊക്കെ ചെയ്യും, അല്ലെങ്കിൽ എന്നേക്കാൾ നന്നായി മറ്റുള്ളവർ ചെയ്യും എന്നുള്ള ചിന്തയിലാവാം നാം മാറി നിൽക്കുന്നത്. രണ്ടാമത്തെ കാര്യം,
എന്തിനോടും നമ്മുടേത് എന്നൊരു തോന്നലുണ്ടാകുമ്പോഴാണ്, നമ്മുടെ സ്വന്തം എന്നൊരു തോന്നലുണ്ടാകുമ്പോഴാണ് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന തോന്നലിനെ ഒഴിവാക്കി മുന്നിട്ടിറങ്ങുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കുന്നത്. ഈ സ്വന്തം എന്നുള്ളൊരു വികാരം നമുക്കെല്ലാവർക്കും, മാനവകുലത്തിന് മുഴുവൻ പരസ്പരം ഉണ്ടാകേണ്ടതാണ്. അത് നഷ്ടപ്പെടുന്നിടത്താണ് നമ്മൾ കാഴ്ചക്കാരായും വെറും കാണികളായും മാറി നിൽക്കേണ്ടി വരുന്നത്. ഇന്നത്തെ വീഡിയോ നമുക്ക് തരുന്ന സന്ദേശവും ഇതുതന്നെയാണ്. ഒരാൾ ഇനിഷ്യേറ്റീവ് എടുത്താൽ, ഒരാൾ സഹായിക്കാനായി മുന്നിട്ടിറങ്ങിയാൽ അത് സമൂഹത്തിന് മുഴുവൻ മാറ്റം വരികയും എല്ലാവരും കൂടിയിറങ്ങുകയും ചെയ്യുന്ന കാഴ്ച. ഇത്തരം സന്ദർഭങ്ങളിൽ മുന്നിട്ടിറങ്ങുന്നവരായി, ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുന്നവരായി മാറാൻ നമുക്ക് സാധിക്കട്ടെ. ഇന്നത്തെ നിറവ് ഇവിടെ അവസാനിക്കുമ്പോൾ സകല മരിച്ചവരെയും നമുക്ക് പ്രാർത്ഥനയിൽ ഓർമ്മിക്കാം. ആരും പ്രാർത്ഥിക്കാനില്ലാത്തവരെ കൂടി നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം. അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. നാളെ ഇതേ സമയം കണ്ടുമുട്ടുന്നവരെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർമ്മിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിറവിൽ ഗാനങ്ങൾ ആലപിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഷാലോൺ ടെലിവിഷന്റെ പ്രോഗ്രാം ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെടുക. ഫോൺ 9605818881. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോട് തുറങ്ങുവാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റേന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ?